സുവർണം വിതയും കൊയ്ത്തും ശീതോഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്ന് പോകയില്ല. അതും സൈന്യങ്ങളുടെ യഹോവയിൽ നിന്ന് വരുന്നു. അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു. നിന്റെ ഗർഭഫലവും കൃഷിഫലവും കന്നുകാലികളുടെ പേറും ആടികളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. വയലിൽ വിതച്ച വിതയുടെ ആദ്യ ഫലമെടുക്കുന്ന കൊയ്ത്ത് പെരുന്നാളും ആണ്ടറുതിയിൽ വയലിൽ നിന്ന് നിന്റെ വേലയുടെ ഫലം കൂട്ടിത്തീരുമ്പോൾ കൈകരിങ്ങി പെരുന്നാളും ആചരിക്കണം. ഇന്നേക്കും എന്റെ വിശ്രാമമാകുന്നു. ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കാൻ ഞാൻ അവിടെ വസിക്കും. അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും. അതിലെ ദരിദ്രന്മാർക്ക് തൃപ്തി വരുത്തും. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ടു മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. ദീർഘക്ഷമയോടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവാൻ കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. കർത്താവിനും പുത്രനും പരിശുദ്ധയാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സഭയുടേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 67-ാം സങ്കീർത്തനം തോമസ് വായിക്കും. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ചു ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ വിളിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. അവനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇപ്പോഴും പ്രകാരം തന്നെ. എല്ലാവർക്കും ഇരിക്കാം. ഒന്നാം പാഠം ദൈവനാമത്തെ ഇന്ന് സന്ധ്യയ്ക്കുള്ള ഒന്നാം പാഠം ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 18 വരെയുള്ള വാക്കുകൾ. ദൈവനാമത്തെ ഇന്ന് സന്ധ്യയ്ക്കുള്ള ഒന്നാം പാഠം ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 18 വരെയുള്ള വാക്കുകളെ കേൾക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരവുമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിക്കുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്നും താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവനെ സ്തോത്രം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാകാതിരിപ്പാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളവുമില്ലാതെ വളർച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽപ്പാറയിൽ നിന്നും നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്തതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ഇങ്ങനെ പൈഠത്തിനുള്ള ഒന്നാം പാഠം. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ പ്രാർത്ഥന ഏറ്റുമില്ല. ജനങ്ങൾ അവനെ ഒന്ന് പുകഴ്ചയും മഹത്വപ്പെടുത്തുവിനെന്ന് ഏറ്റു. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ,
ആകാശവിധാനത്തിനു മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ സകല ശക്തികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അഗ്നിയും ഉഷ്ണവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മഞ്ഞും ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച മഞ്ഞും ശീതവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച വെള്ളവും ഹിമമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. മിന്നലുകളും മേഘങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ. അത്രയുമല്ല, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. പർവ്വതങ്ങളും കുന്നുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഭൂമിയിലെ സകല സസ്യവർഗങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. വെള്ളത്തിൽ ചരിക്കുന്ന തിമിംഗല ജാതി ജന്തുക്കൾ സകലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശത്തിലെ സകല പറവുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. മനുഷ്യ മക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേൽ കർത്താവിനെ വാഴ്ത്തട്ടെ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. നീതിമാന്മാരുടെ ആത്മാക്കളും ദേഹികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഹൃദയശുദ്ധിയുമുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. അനന്യാവും ശ്രീയാവും ഈശയിലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധയാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും പ്രകാരം തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാൻ രണ്ടാം പാട്ട്. വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 11 മുതൽ 17 വചനങ്ങൾ കേൾപ്പീൻ. പൗലൂസ് ചെയ്ത അത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരുടെ രൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് ലുക്കോന്യസ് ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലൂസ് മുഖ്യ പ്രാസംഗികനാകിയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു. പട്ടണത്തിന്റെ മുൻപിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്നു പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലൂസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ച് നിലവിളിച്ചു പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്ന എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഈ രണ്ടാം പാഠം അവസാനിച്ചു. നമ്മുടെ ഈ അതിപര പെരുന്നാളിനോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന ഈ റാസിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ഭദ്രാസനത്തിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാര്, പോൾസൺ അച്ഛനുണ്ട്, അതുപോലെ പയ്യമ്പള്ളി അച്ഛൻ, നമ്മുടെ മുൻവികാരിയായിരിക്കുന്ന ജോയ്സ് സി ജോണച്ചന്, ഇപ്പോൾ നമ്മുടെ ഇടവകാരി അയക്കുന്ന ജെയിംസ് മാത്യു അച്ഛന്, ഇവർക്കെല്ലാവർക്കും മട്ടാട് സഭയുടെ പേരിലുള്ള പ്രത്യേക നന്ദി സമയം അറിയിക്കുന്നത്. കൂടാതെ നമ്മുടെ ദേവദാസന്മാര് സഭാ ശുശ്രൂഷകളെ കടന്നു വന്നിട്ടുണ്ട്. സാറ്, ജോയ്സ് സാറ്, നമ്മുടെ സഭാ പ്രവർത്തകൻ,
പിന്നെ CC ജോസഫ് സാർ ഉണ്ടായിരുന്നു, വൈകിട്ട് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിടം എത്തിയിട്ടില്ല, പകല് പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഓരോ സഭകളിൽ നിന്നും എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി ഒരുപാട് ആൾക്കാർ കടന്നു വരാനാണ്, അവർക്ക് യാത്രയിലാണെന്നാണ് അറിയുന്നത്. കടന്നു വരുന്ന എല്ലാവർക്കും ഈ സമയം ഞാൻ മൺട്രാട് സഭയുടെ പേരിലുള്ള പ്രത്യേകം നന്ദിയും സ്നേഹവും ഈ സമയം അറിയിച്ചു. അതിഭദ്രാസനത്തിലെ ലേഖ സെക്രട്ടറി TP സാണി സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ മൺട്രാട് സഭയുടെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് ചെന്ന് നമ്മുടെ അപ്പോസ്തല വിശ്വാസ പ്രമാണം ഭയഭക്തിയോടും ഏറ്റു ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയത്തിൽ ജനിച്ചു, പൊന്തിയോസ് പീലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്നും പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തനായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സാർവത്രിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എന്നാ പ്രതിവാക്യമായിട്ട് എല്ലാവരും ചൊല്ലണം. ആദിയിൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതിനായി കരുണയുള്ള കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. മാറി മാറി വരുന്ന കാലങ്ങളെയും അനുകൂലമായ മഴയെ അയച്ച് ഭൂമിയെ പുഷ്ടിപ്പെടുത്തുന്നതിനായി കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ സൃഷ്ടിച്ച ഭൂമിയെ മനുഷ്യവർഗത്തിന് അവകാശമായി നൽകിയിരിക്കുന്നതിനായി കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ശരീരത്തിനും ആത്മാവിനും ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ കാത്ത് സൂക്ഷിക്കുന്നതിനായി കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കൊയ്ത്തുകാലത്തിന് ചേരുന്ന സന്തോഷം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനായി കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുമിശിഹാ മൂലം ഞങ്ങളെ വീണ്ടെടുത്ത നിന്റെ അളവില്ലാത്ത സ്നേഹത്തിനായി കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവൻ മൂലം ഞങ്ങൾക്ക് നിത്യജീവന്റെ മഹത്വമുള്ള പ്രത്യാശയെ നൽകിയിരിക്കുന്നതിനായി കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കൃപയുള്ള കർത്താവേ, ഞങ്ങളെ ചെവിക്കൊള്ളുമേ എന്ന് വെച്ചിട്ടുണ്ട്. ദൈവമേ, നിന്റെ ദാസരായി ഞങ്ങളെ ചെവിക്കൊണ്ട് ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം ഞങ്ങളെ അനുഗ്രഹിച്ച് കാപ്പാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കൃപയുള്ള കർത്താവേ, ഞങ്ങളെ ചെവിക്കൊള്ളണമേ. ദൈവമേ, മുൻമഴയും പിന്മഴയും ആടുമാടുകളെയും തന്ന് ഞങ്ങളെ എല്ലാ മനുഷ്യരെയും പോഷിപ്പാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കൃപയുള്ള കർത്താവേ, ഞങ്ങളെ ചെവിക്കൊള്ളണമേ. കൃഷി സംബന്ധമായ എല്ലാ വേലയും അനുഗ്രഹിച്ച് ഫലപ്രദമാക്കുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കൃപയുള്ള കർത്താവേ, ഞങ്ങളെ ചെവിക്കൊള്ളണമേ. ഞങ്ങൾ വിതച്ച വിത്തിനെ അനുഗ്രഹിച്ച് അത് മുളച്ചു വളരുവാനും തക്ക സമയത്ത് നല്ല ഫലം തരുവാനും നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കൃപയുള്ള കർത്താവേ, ഞങ്ങളെ ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ കൈകളുടെ അധ്വാനത്തെ അനുഗ്രഹിച്ച് നിന്റെ മഹത്വത്തിന് ഉതകുന്ന ഫലം നൽകുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കൃപയുള്ള കർത്താവേ, ഞങ്ങളെ ചെവിക്കൊള്ളണമേ. നീ ഞങ്ങൾക്ക് നൽകുന്ന നന്മകൾക്കായി എപ്പോഴും നിനക്ക് സ്തോത്രം ചെയ്യത്തക്കവണ്ണം നന്ദിയുള്ള ഹൃദയങ്ങളെ ഞങ്ങൾക്ക് നൽകുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കൃപയുള്ള കർത്താവേ, ഞങ്ങളെ ചെവിക്കൊള്ളണമേ. ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും പലവിധ പ്രയാസങ്ങളിലും ഇരിക്കുന്നവർക്ക് സഹായിച്ചവരെ വിടിപ്പാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കൃപയുള്ള കർത്താവേ, ഞങ്ങളെ ചെവിക്കൊള്ളണമേ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും നിന്റെ പരിശുദ്ധയാത്മാവ് കൊണ്ട് ഞങ്ങളെ ഉത്സാഹിപ്പാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കൃപയുള്ള കർത്താവേ, ഞങ്ങളെ ചെവിക്കൊള്ളണമേ. നിന്റെ സഭ പൂർണ്ണ ഭക്തിയോടും അനുസരണത്തോടും നിന്നെ സേവിച്ച ലോകത്തിന് സാക്ഷിയും വഴികാട്ടിയുമായിരിക്കാൻ തക്കവണ്ണം നിന്റെ സത്യം കൊണ്ട് അതിനെ പ്രകാശിപ്പിച്ചു നടത്തുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. കൃപയുള്ള കർത്താവേ, ഞങ്ങളെ ചെവിക്കൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, നിന്റെ വചനമാകുന്ന വിത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കുകയും ഞങ്ങളുടെ ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുകയും വലിയ കൊയ്ത്തിന്റെ നാളിൽ വിശുദ്ധൂതന്മാർ സ്വർഗീയാകളപ്പുരയിലേക്ക് ചേർക്കപ്പെടുന്നതിനായി ചെയ്യേണ്ടതിന് നിന്റെ കൃപയുടെ മഴയെ ഞങ്ങളുടെ മേലയക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഗായക സംഘം പാട്ടുപാടുന്നതിന് ശേഷം ബഹുമാന്യനായിരിക്കുന്ന മദ്രാസ് സെക്രട്ടറി ജോൺസൺ പയ്യമ്പള്ളി അച്ഛൻ തിരുവചന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. തിരുവചന ശുശ്രൂഷയ്ക്കായി ബഹുമാന്യനായ പയ്യമ്പള്ളി അച്ഛനെ ക്ഷണിക്കുന്നു. ഈ ആദ്യപുര പെരുന്നാളിനോടനുബന്ധിച്ചുള്ളതായ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം എന്നെ ക്ഷണിച്ചതായ ബഹുമാനപ്പെട്ട ഇടവക വികാരി റവറൻഡ് ജെയിംസ് മാത്യു അച്ഛൻ, സഭാ ശുശ്രൂഷകൻ തോമസ് സാറ്, അതുപോലെ തന്നെ സഭയുടെ ഭാരവാഹികളായിരിക്കുന്നതായ കമ്മിറ്റിക്കാരായിരിക്കുന്ന കൈക്കാരന്മാർ, സെക്രട്ടറി, ട്രസ്റ്റി എന്നിവരോടുള്ളതായ എൻ്റെ നന്ദിയെ ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന അതിഭദ്രാസന വൈദിക സെക്രട്ടറി റവറൻഡ് ഡോക്ടർ പോൾസൺ മാത്യു അച്ഛൻ, മാരാമൺ ഭദ്രാസനത്തിൻ്റെ മുൻ വൈദിക സെക്രട്ടറി ആയിരുന്ന റവറൻഡ് ജോയ്സി ജോണച്ചൻ, ഈ സഭയുടെ നിലവിൽ ചാർജ് വഹിച്ചുകൊണ്ടിരിക്കുന്ന ജെയിംസ് മാത്യു അച്ഛൻ, അതുപോലെ തന്നെ ഈ സഭയുടെ മുൻ പ്രവർത്തകനായിരുന്നതായ ബഹുമാനപ്പെട്ട അംബാസ് സാറ്, അതുപോലെ തന്നെ പുന്നപ്ര പ്രാദേശിക സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോയ് സാറ്, ശേഷം കടന്നു വന്നതായ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്ധ്യാവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് നോട്ടീസും പ്രകാരമുള്ളതായ സമയം ഏതാണ്ട് പര്യവസാനിക്കാറായിരിക്കുകയാണ്. അപ്പോൾ റാസയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യസമയത്ത് തന്നെ ചെയ്ത് തീർക്കുക എന്നുള്ളത് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നതായ കടമയായി ഞാൻ കാണുകയാണ്. അതുകൊണ്ട് ദീർഘമായ മുഖവുരയ്ക്ക് താല്പര്യപ്പെടുന്നില്ല. തിരുവചനത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിൻവാങ്ങുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് പെട്ടെന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയതായ സുവിശേഷം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയതായി നല്ല സന്ധ്യയുടെ സമയത്തിനായിട്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. കടന്നു വന്നിരിക്കുന്നതായ ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ അറിയുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ പിതാവേ, ഏതാവശ്യത്തിന്റെ മേൽ, ഏതാഗ്രഹത്തിന്റെ മേൽ ഇത് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിരിക്കുന്നു എന്നുള്ളത് അവിടുന്ന് അറിയുന്ന ദൈവമാണ്. പിതാവായ ദൈവമേ, ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേൽ മക്കളെ വഴി നടത്തിയതായ ദൈവം ഈ നാളുകളിൽ ഞങ്ങളെയും വഴി നടത്തുന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതിനു വേണ്ടി കരം നൽകിയിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നാളെയുടെ ദിവസങ്ങളിൽ മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ഇതൊരു മുഖാന്തരമായി തീരണമെന്ന് യേശു മൂലം അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. നിധി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാലൻ ഇരുൾ നിറം മാറിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാലൻ ഇരുൾ നിറം മാറിടുമേ.
രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും, കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ എന്നിരുൾ നിറം മാറിയിടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രസംഗത്തിന്റെ വിഷയത്തോട് അനുബന്ധിച്ചുള്ള പാട്ടായതുകൊണ്ടാണ് ഞാനത് പാടിയത്. വായിച്ച വേദഭാഗം നമുക്കൊന്നുകൂടെ വേഗത്തിൽ വായിച്ചു പോകാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ വേദഭാഗം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, ആമേൻ, ഹല്ലേലൂയ, വേദപുസ്തകത്തില് ഇത് എഴുതപ്പെടുന്നതായ സാഹചര്യം നമുക്കറിയാം. ആമേൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. ഇത് പിതാവായ ദൈവത്തെയോ പരിശുദ്ധാത്മാവിനെയോ ചിത്രീകരിക്കുന്നതായിട്ടുള്ള വേദഭാഗമല്ല. ഇത് യേശുവിനെ ദൈവമായി ചിത്രീകരിക്കുവാൻ ഇടയാകുന്നതായ സന്ദർഭത്തിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ആ യേശുവിനെ ദൈവമായി അംഗീകരിക്കുവാൻ തക്കവണ്ണം കഴിയാതെ ഇന്നും ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ള പലരിൽ ചിലരുണ്ട്. അവർക്കുള്ളതായ ഒരു മറുപടിയാണ് ഇന്ന് ഞാൻ ഈ പറയുവാൻ ആഗ്രഹിക്കുന്നതായ കാര്യം. യേശു ദൈവമല്ല, യേശു ഒരു കേവലം മനുഷ്യനാണ്, യേശുവിൽ ദൈവത്വം ഒന്നുമില്ല എന്നുള്ളതായ ചില ചിന്താഗതികൾ ഈ നാളുകളിൽ പലരിൽ നിന്നും കേൾക്കുവാൻ ഇടയായതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് മണ്ണർകാട് ദൈവാലയത്തിൽ ഈ വിഷയം ഒന്ന് ചിന്തിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു വന്നതാണ്. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് യേശുവിന്റെ പൂർണ്ണ ദൈവത്വത്തെയും ആളത്വത്തെയും പരിശുദ്ധാത്മാവിന്റെ സന്നിവേശത്തെയും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ തക്കവണ്ണം കഴിയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ലെന്ന് എനിക്കറിയാം, പക്ഷേ പുറകോട്ട് വരുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് വേദപുസ്തകത്തില് യേശുവിന്റെ പൂർണ്ണ ദൈവത്വത്തെ വെളിപ്പെടുത്തി തരുന്നതായ വേദഭാഗം വെളിപ്പാട് പുസ്തകം അതിന്റെ 1-ാം അധ്യായം 12-ാമത്തെ വാക്യം എന്ന് വെച്ചാൽ, എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ തക്കവണ്ണം ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകൾക്ക് നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടി, മാറത്ത് പൊൻകച്ച കെട്ടിയവനോട് സാദൃശ്യനായ മനുഷ്യപുത്രനോട് സാദൃശ്യനായ ഒരുവനെ ഞാൻ കാണുവാൻ തക്കവണ്ണം ഇടയായി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടതായ യോഹന്നാന് ദൈവം നൽകുന്നതായ ദർശനമാണ് ഇവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. എന്താണ് യോഹന്നാന് സംഭവിച്ചത്? യോഹന്നാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തുവിന് ശേഷം ഏകദേശം 66-ാം നൂറ്റാണ്ടിനോടടുത്ത് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടതായ യോഹന്നാന് നൽകുന്ന ഒരു ദർശനമാണ് അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഏകദേശം അതായത് 160 കിലോമീറ്റർ മാത്രം വിസ്താരമുള്ളതായ ഒരു ദ്വീപാണ് പത്മോസ് ദ്വീപ് എന്ന് പറയുന്നത്. ആ പത്മോസ് ദ്വീപില് ഈ ക്രിസ്തുവിന് ശേഷം ഏകദേശം 66-ാം നൂറ്റാണ്ടിലേക്ക് അവിടെ നാട് കടത്തപ്പെടുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത ശിക്ഷ എന്ന് പറയുന്നത് തൂക്കുകയറാണ്.
വധിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. എന്ന പോലെ തന്നെ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തില് അന്ന് റോമ സാമ്രാജ്യത്തിനോട് അടുത്ത് കിടക്കുന്നതായ ഏകദേശം 160 കിലോമീറ്ററിൽ കിടക്കുമ്പോൾ ആ 160 കിലോമീറ്റർ മാത്രമുള്ള ദ്വീപിലേക്ക് കൊണ്ടുവിടുമ്പോൾ ചുറ്റും വെള്ളവാ. ആ ദ്വീപിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്തോട്ട് ചെന്ന് കയറുന്ന ഒരു വ്യക്തിക്ക് കാണാൻ കഴിയുന്നത് ഒരു മനുഷ്യൻ അവിടെ ഇല്ല, ഒരു വൃക്ഷത്തിന്റെ തണൽ അവിടെ ഇല്ല. പിന്നെ അവിടെ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഞ്ചൻ പക്ഷികൾ തിന്നിട്ട് ഉച്ഛിഷ്ടമായിട്ട് അവശേഷിച്ചു പോകുന്നതായ ഓട്ടികളും അസ്ഥി കഷണങ്ങളും തിന്നിശേഷിച്ചതായ ശരീരാവശിഷ്ടങ്ങളും മാത്രമേ ആ ദ്വീപിൽ കാണുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. അച്ഛൻ പറഞ്ഞല്ലോ, ഒരു വൃക്ഷത്തിന്റെ തണലില്ല. പിന്നെ അവിടെ എന്നാ ഉള്ളത്? നിറയെ പാറക്കൂട്ടങ്ങൾ, ഈ അസ്ഥി കഷണങ്ങൾ. അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക രീതിയിലുള്ളതായ അഗ്നിപർവ്വതങ്ങൾ. ഈ അഗ്നിപർവ്വതങ്ങൾ ഉള്ളതായ ഈ പാറക്കെട്ടുകൾ നിറഞ്ഞതായ ഒരു മനുഷ്യനോ ഒരു പക്ഷിയോ പോലും ഇല്ലാത്തതായ, എന്തിനേറെ പറയുന്നു, ഒരു വൃക്ഷത്തിന്റെ തണൽ പോലും ഇല്ലാത്തതായ സ്ഥലത്തേക്ക് നാട് കടത്തപ്പെട്ട വ്യക്തിയാണ് യോഹന്നാൻ. ആ യോഹന്നാന് അവിടെ നാട് കടത്തപ്പെടുന്നതായ സാഹചര്യത്തില് അതിന്റെ പിൻപോട്ടുള്ളതായ ചരിത്രം ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരൊക്കെ അത് സവിസ്തരമായിട്ട് എന്നെക്കാളിൽ നല്ല വിശദമായിട്ട് പ്രസംഗിക്കുന്ന വിഷയങ്ങളാണ്. അവിടെ ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദ്വീപിലേക്ക് കൊണ്ട് ആരും ഇറക്കി വിടത്തില്ല പ്രിയമുള്ളവര്. ആ ദ്വീപിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് അവിടെ ആ നദി കടലിൽ കൊണ്ടിറക്കുമ്പോൾ ആ കടലിൽ നിന്ന് നീന്തി ചെല്ലാൻ തക്കവണ്ണമുള്ളതായ ആരോഗ്യമുള്ള ഒരുത്തൻ നീന്തി ചെന്നാലേ ആ കരയിൽ കയറാൻ പറ്റത്തുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അവൻ കടലിൽ തന്നെ മരിച്ചു പോകണം, വേറെ ആരും രക്ഷപ്പെടുത്താൻ വരത്തില്ല. അങ്ങനെയുള്ളതായ സ്ഥലത്തേക്ക് യോഹന്നാനെ നാട് കടത്തി. എന്തുകൊണ്ടാ? സുവിശേഷം പറഞ്ഞത്, ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിച്ചതിന്റെ പേരിലാണ് യോഹന്നാനെ നാട് കടത്തുന്നത്. പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട പലരെയും നമുക്കറിയാം. അവരെന്താ ചെയ്തത്? അവരെ അക്രമവും അനീതിയും അതുപോലെ തന്നെ മഹാദോഷകരമായിട്ടുള്ളതായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നവരെ ഏറ്റവും കഠിനമായ ശിക്ഷയ്ക്ക് വിധിക്കുന്നതായ പത്മോസ് ദ്വീപിലേക്കാണ് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതിന്, സുവിശേഷം പ്രസംഗിച്ചതിന് യോഹന്നാനെ നാട് കടത്തി. ഞാനിത് പറയാൻ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഏകദേശം കൈക്കാരൻ എന്നെ വിളിച്ചപ്പോ കൈക്കാരൻ പറയുകയുണ്ടായി, ഏകദേശം 1966 ശേഷം സ്ഥാപിതമായ ഈ ദൈവാലയത്തെ ഇവിടെയുള്ള നാട്ടുകാർക്കോ ഇവിടെയുള്ള പോലീസ് അധികാരികൾക്കോ മറ്റുള്ളവർക്കോ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട യോഹന്നാന്റെ അതേ അവസ്ഥയല്ലേ ഞാനും നിങ്ങളിൽ നിന്ന് അനുഭവിക്കുന്നത്? എന്തുകൊണ്ട് അറിയുന്നില്ല? ഇവിടെയുള്ള മറ്റ് സമുദായ സംഘടനകളെയൊക്കെ ഇവിടെയുള്ള പോലീസുകാർക്കും മറ്റധികാരികൾക്കും മറ്റു ഓഫീസേഴ്സിനും ഒക്കെ അറിയാമല്ലോ. എന്തുകൊണ്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ നാമത്തില് സ്ഥാപിതമായ ഈ ദൈവാലയത്തെ കുറിച്ച് അറിയാൻ പറ്റാതെ പോയി? തിരക്കണം ചരിത്രം. ആ ചരിത്രത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ഈ ചരിത്രത്തിന്റെ അടിയിൽ ചവിട്ടി അരയ്ക്കപ്പെട്ടതായ ചില ജനവിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളുടെ വേദന മനസ്സിലാക്കണം, അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കണം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടതുപോലെ ഈ ജനത്തെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ആമേൻ, അവിടെ ദൈവം പ്രവർത്തിക്കും. ആമേൻ. അവിടെ നാട് കടത്തപ്പെടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, യോഹന്നാൻ ചെന്ന് കാണുന്നത് തന്നെ ഈ അസ്ഥി കഷണങ്ങളും തലയോട്ടികളും അഗ്നിപർവ്വതങ്ങളും പാറക്കെട്ടുകളും നിറഞ്ഞതായിട്ടുള്ള ഈ അവസ്ഥയിൽ ഇടത്തോട്ട് വലത്തോട്ട് കിഴക്കോട്ട് പടിഞ്ഞാട്ട് നോക്കിയിട്ട് ഒറ്റ കുഞ്ഞിനെ കാണാൻ പറ്റിയോ? ഇല്ല. എന്ത് ചെയ്തു അപ്പോസ്തലൻ വിശുദ്ധ യോഹന്നാൻ? ആ പത്മോസ് ദ്വീപിൽ ആരെയും കണ്ടില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് അവിടെ കഴിയല്ല എന്ന് ചെയ്തത്. യോഹന്നാൻ അവിടെ മുഴങ്കാൽ മടക്കുകയാണ്. കാരണം എന്നാ? ആരെല്ലാം നിന്നെ കൈവിട്ടാലും ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ലെന്നുള്ളതായ വാഗ്ദത്തം ഈ തിരുവചനത്തിലുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആരൊക്കെ എതിര് വന്നോട്ടെ, ആമേൻ, ഹല്ലേലൂയ. ഒരു പോറൽ പോലും ഏൽക്കാതെ, ഹല്ലേലൂയ, നിന്നെ കരുതുവാൻ ഒരു ദൈവമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ച ബൈബിളാണ് ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ വായിച്ചത്. അവിടെ മുഴങ്കാൽ മടക്കി ഇടത്തോട്ട് നോക്കി ഒരുത്തരെ കണ്ടില്ല, വലത്തോട്ട് നോക്കി ഒരുത്തരെ കണ്ടില്ല, കിഴക്കും പടിഞ്ഞാറും നോക്കി ഒരുത്തരെയും കണ്ടില്ല. പിന്നെ ആരാ ആശ്രയം? മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു, തമ്പുരാനോട് പ്രാർത്ഥിച്ചു, എന്നെ കൈവിടരുത്, കാരണം സകലരും എന്നെ കൈവിട്ട് നീ എന്നെ ഉപേക്ഷിക്കുകയില്ലെന്ന് എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ആമേൻ, എന്നെ കരം പിടിച്ചു വഴി നടത്തിക്കോണം. പ്രാർത്ഥിച്ചോ?
ആമേൻ ഹല്ലേലൂയ. ദൈവാലയത്തിന് വേണ്ടി ആമേൻ ഒരു തുള്ളി മണ്ണ് ഇതിനകത്ത് നിന്ന് എടുത്തോണ്ട് പോയാൽ നീ ആലോചിച്ചോണം. കാരണം എന്താണെന്നറിയോ? ആമേൻ ഹല്ലേലൂയ. നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ആമേൻ ഹല്ലേലൂയ. വിശുദ്ധ ദൈവാലയത്തിലെ പൊൻപാത്രങ്ങൾ എടുത്തുകൊണ്ടുപോയി ആമേൻ ഹല്ലേലൂയ ആ ചെയ്യേണ്ടാത്ത പരിപാടി ചെയ്തപ്പം നിന്നെ അതിലെനിക്ക് വിശ്വാസമുണ്ട്. കാരണം എന്താണെന്നറിയോ? ആമേൻ 2 കാലം നടന്ന നിന്നെ 4 കാലം നടത്തിയില്ല ദൈവം. ദൈവാലയത്തോട് കളിക്കുമ്പോൾ അത് ഓർത്ത് വേണം കളിക്കാൻ. അവസാനം എന്നാ? ആ പൊൻപാത്രങ്ങൾ ദൈവാലയത്തില് ഒരു തരി മണ്ണെടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഇട്ടോണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആമേൻ ഹല്ലേലൂയ നിന്നെ 4 കാലിൽ ദൈവം എഴയിക്കും. ആമേൻ. നിന്റെ ഇടുപ്പല്ല് ദൈവം തകർക്കും. ആമേൻ. നിന്റെ മുഴങ്കാല് ദൈവം തല്ലി തകർക്കും. ആമേൻ. നെബൂഖദ്നേസർ രാജാവിനോട് ദൈവം പ്രവർത്തിക്കാവുന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത എന്നോടും നിന്നോടും ദൈവം പ്രവർത്തിക്കുകയല്ലേ? ആമേൻ. മുഴങ്കാലും മുടക്കി പ്രാർത്ഥിച്ചതായ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവമേ എന്നെ കൈവിടരുത്. മറ്റാരോടും പറയാനില്ല കേട്ടോ. കേൾക്കുന്നത് പാറ കഷണങ്ങളും എല്ലും കഷണങ്ങളും മാത്രമേ ഉള്ളൂ, മറ്റാരോടും പറയാനില്ല. പക്ഷേ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടോടും. ഹല്ലേലൂയ. ദൈവാലയത്തോടും ദൈവത്തോടും ആമേൻ ഹല്ലേലൂയ ഒരുങ്ങി വരരുത് കേട്ടോ. ഹല്ലേലൂയ. ആയുസ് തീർന്നു പോകും. ഞാൻ രാത്രികാലം വിളിച്ചു പറയാം, ആയുസ് തീർന്നു പോകും. ആമേൻ ഹല്ലേലൂയ. അവിടെ പ്രാർത്ഥിക്കുക. ഇതുപോലെ ദൈവാലയത്തിൽ ഇരിക്കുന്നത് പോലെ എനിക്കറിയാം, ദൈവാലയത്തിലാണേലും വീട്ടിലാണേലും മുഴങ്കാലും ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്ന കുറെ ജീവിതങ്ങൾ ഈ ദൈവാലയത്തിലുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അവിടെ മുഴങ്കാലും മടക്കി യോഹന്നാൻ മുഴങ്കാലും മടക്കി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. ആ ആ ആ നോയിക്കേ, ആരുമില്ലാത്തടത്ത് നിന്നെ കൊണ്ട് തള്ളിയിട്ട് ആമേൻ നിന്നെ കൊല്ലാൻ നോക്കുമ്പോൾ, ഉപദ്രവിക്കാൻ പോകുമ്പോൾ, നശിപ്പിക്കാൻ പോകുമ്പോൾ നീ പ്രാർത്ഥിക്കുന്നത് ആരോടാ? ആരോടാ പ്രാർത്ഥിക്കുന്നത്? യോഹന്നാൻ ആരോടാ പ്രാർത്ഥിച്ചത്? സ്വന്തക്കാരും ബന്ധക്കാരും ആരും ഇല്ലല്ലോ, പിന്നെ കരുതുന്ന ഒരുവനുണ്ടല്ലോ, അവനോടല്ലേ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചപ്പോ യോഹന്നാന് കിട്ടിയ മറുപടി എന്നാ? ഒറ്റ വാക്കി പറയാം, വേണ്ട വായിക്കണ്ട, ഒറ്റ വാക്കിൽ അതിന് ഉത്തരമുണ്ട്. എന്തുവാ പറഞ്ഞത്? നീ കിടക്കുന്നത് എങ്ങനാ? ഭയപ്പെട്ടാണോ കിടക്കുന്നത്? ആണോ? രാത്രികാലം ഞാൻ ചോദിക്കട്ടെ, ഭയപ്പെട്ട് കിടക്കുന്ന നിന്നോട് യോഹന്നാനോട് തമ്പുരാൻ പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, നീ ഭയപ്പെടേണ്ട. ആമേൻ. ഇന്ന് രാത്രികാലം മൺറയാട് പള്ളിയിലെ ദൈവ ജനത്തോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, പ്രതികൂലം വരും കേട്ടോ, പ്രയാസം വരും കേട്ടോ, പക്ഷേ തമ്പുരാനോട് നീ പ്രാർത്ഥിച്ചോ, തമ്പുരാന്റെ കരം നിനക്ക് അനുകൂലമായിരിക്കും. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നത് ആ യോഹന്നാനോട് പറഞ്ഞതുപോലെ നമ്മോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. എന്നാ പ്രതികൂലം വേണമെങ്കിലും പറട്ടെ, ഇത്രയൊക്കെ കാശ് മുടക്കി ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലേ ഇവിടെ ഒരു ദൈവാലയം ഉണ്ടെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോണം. ഇതിനകത്ത് നിന്ന് ശുശ്രൂഷിക്കുന്ന ആമൻ പ്രാർത്ഥിക്കുന്ന ചില ജീവിതങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. പ്രതികൂലത്തിന് നടുവിൽ നിൽക്കുമ്പോൾ ആരും സഹായിക്കാനില്ലെന്ന് കരുതിയപ്പോൾ ആമേൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ആമേൻ ഹല്ലേലൂയ പറയുക, നീ ഭയപ്പെടേണ്ട. രാത്രികാലം മൺറയാട് പള്ളിയിലുള്ള വിശ്വാസികളോടും ദേശവാസികളോടും ഞാൻ പറയുന്നത്, നീ ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ തീർന്നോ? അവിടെ തീർന്നോ? ഇല്ല. പിന്നെന്നാ അവിടെ താഴോട്ട് വായിച്ചേ. മതി മതി. ആദ്യം വായിച്ച നമ്മൾ ഭാഗം ഉണ്ടല്ലോ, 7 പൊൻ നിലവിളക്കുകൾക്ക് നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ ഞാൻ കണ്ടു. ആര്? ഒറ്റപ്പെട്ട് കിടന്ന, മരണം നോക്കി കിടന്ന യോഹന്നാനാ പറയുന്നത്. നോയിക്കേ, ദർശനം എവിടെയാ വന്നതെന്ന് നോയിക്കേ. ആ ദർശനം കാണിച്ചു കൊടുക്കുമ്പോൾ കാണുന്നത് എന്നാന്നറിയോ? സ്വർഗം തുറന്ന് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് പുത്രനായ ക്രിസ്തു ഇരിക്കുന്നതായ കാഴ്ചപ്പാടാ കാണിച്ചു കൊടുത്തത്. ആ കാഴ്ചപ്പാടിന്റെ വിശദീകരണമാണ് അവിടെ കണ്ടത്. ഏതാ? 7 പൊൻനിലവിളക്ക് നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനോട് സദൃശനെ. താഴോട്ട് വരുമ്പോൾ അതിന്റെ വർണ്ണനയൊക്കെ കാണാം. ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, തന്റെ വാക്കുകളെ ഒറ്റ ഇതിൽ
പര്യവസാനിപ്പിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. അവിടെ പറയുവാൻ തക്കവണ്ണം വരുന്നത്, ആരുമില്ല, തള്ളപ്പെട്ട് മരിക്കുവാനായിട്ട് മരണം മുന്നിൽ കണ്ട് എല്ലാവരും ഉപേക്ഷിച്ച് കിടക്കുമ്പോൾ തമ്പുരാന്റെ സന്നിധിയിൽ മുഴങ്കാലും മടക്കി കഴിഞ്ഞാൽ അവന്റെ കരം നിനക്ക് അനുകൂലമാ. അവൻ പറയും, എന്താ പ്രതികൂലമുണ്ടേലും ഭയപ്പെടേണ്ട, ഹല്ലേലൂയ, ചെങ്കടലിൽ സമമായി വരും, ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. അതുപോലെയുള്ളതായ പലവിധമായ പ്രയാണങ്ങൾ വരും, ഹല്ലേലൂയ. ആക്ഷേപങ്ങൾ വരും, അധിക്ഷേപങ്ങൾ വരും. പക്ഷേ അതിലൊന്നും ആമേൻ, ഹല്ലേലൂയ, ഭയപ്പെടേണ്ട എന്നാണ് തിരുവചനം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്ന പഠിപ്പിന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് തമ്പുരാൻ ദർശനം കാണിച്ചു കൊടുക്കുക. പത്മോസ് ദ്വീപിൽ കിടക്കുന്ന നീ ഒറ്റയ്ക്കല്ല കേട്ടോ. ആമേൻ, ഹല്ലേലൂയ, നിന്നോടുകൂടെ ഞാനുണ്ട്, സ്വർഗമുണ്ട്. അതാ സ്വർഗം തുറന്ന് കാണിച്ചു കൊടുത്തത്. ആമേൻ, പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വലതുഭാഗത്ത് അവിടെ ഇരിക്കുന്നതായ ആമേൻ, ഹല്ലേലൂയ, യോഹന്നാന് ഒരു പ്രത്യാശ തരുന്ന വേദഭാഗം ഈ വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളും വായിച്ചിട്ടുള്ളതാ. എന്താ പറഞ്ഞത്? യേശു എന്നാ പറഞ്ഞു പോയത്? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, അല്ലെ? അതിനുശേഷം പറഞ്ഞ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുക. ആണോ? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുക. സ്ഥലമൊരുക്കിയതിനു ശേഷമോ പിന്നെയും വന്ന് ചേർത്തുകൊള്ളും. ഇനി അടുത്തത്, ഞാൻ ഇരിക്കുന്നിടത്ത് ഉണ്ടോ? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. യോഹന്നാന് ദർശനം കാണിച്ചു കൊടുത്തു. ഏതാ? പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തു വലത്തുഭാഗത്ത്, ഇടതുഭാഗത്ത് ഒരു കസേര ഒഴിഞ്ഞു കിടക്കുന്നില്ലേ? നീ പത്മോസ് ദ്വീപിൽ കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല, നിനക്കുള്ള കസേര ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ദർശനം കാണിച്ചു കൊടുക്കുക. ഇന്ന് പകൽക്കാലം, ഈ രാത്രികാലം ഞാൻ ഓർപ്പിക്കുന്നത്, ഹല്ലേലൂയ, ആ ദർശനം അതേ യോഹന്നാന് മാത്രമല്ല, പിന്നെയോ വേദപുസ്തകം വിശ്വസിക്കുന്നതായ എനിക്കും നിങ്ങൾക്കുമുള്ളതായ ദർശനമാത്. ആരൊക്കെ പ്രതികൂലമായിട്ട് വന്നാലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് തമ്പുരാൻ പറയുമ്പോൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതായ കാര്യമില്ല. ഇനി ഈ പ്രസംഗിക്കുന്ന അച്ഛൻ മരിച്ചു പോയാലും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നതായ നമ്മളൊക്കെ മാറ്റപ്പെട്ടു പോയാലും, ഇനി ഒരു തലമുറ വന്നാലും നിങ്ങൾ ഓർത്തുകൊള്ളണം, മണ്ണർകാട് ഇങ്ങനെ ഒരു പൗലോസ് അപ്പോസ്തലന്റെ നാമത്തില് ഒരു ദൈവാലയമുണ്ട്. ആ ദൈവാലയം ഞങ്ങളുടെ പിതാക്കന്മാരുടെ കണ്ണുനീരിന്റെ ഫലമാ കേട്ടോ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവര് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന എന്നാ, മിസ്രയീമിൽ നിന്ന് അവര് അടിമത്വത്തിൽ കിടന്നപ്പോൾ അവര് കരഞ്ഞ കണ്ണുനീര് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം കണ്ടു. അവരുടെ നിലവിളി ദൈവം കേട്ടു. അത് കഴിഞ്ഞപ്പോ തമ്പുരാൻ പറഞ്ഞ എന്നാ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവുക. അതുകൊണ്ട് ദൈവാലയത്തിനെതിരെ നിൽക്കുന്നവരോട് ഞാൻ വ്യക്തമായിട്ട് പറയുക, തമ്പുരാൻ ഇറങ്ങിയാ പിന്നെ തടുക്കാനൊക്കത്തില്ല കേട്ടോ. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ തമ്പുരാനോട് ഏറ്റുപറ, കരം പിടിച്ച് വഴി നടത്തും. ഞങ്ങളെയൊക്കെ അങ്ങനെയാ വഴി നടത്തുന്നത്. ഞങ്ങൾക്കൊന്നും വലിയ മണിമാളികകളോ വലിയ ആഡംബര സ്വത്തുക്കളോ സമ്പാദ്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളുടെയൊക്കെ ചോറിൽ കണ്ണുനീരിന്റെ ഉപ്പാണ് ഞങ്ങൾ കഴിക്കുന്നത്. ആ കണ്ണുനീരിന്റെ ഉപ്പ് കഴിക്കുന്നവരോട് തമ്പുരാൻ പറയും, നീ ഭയപ്പെടേണ്ട, നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരുക്കി വെച്ചിരിക്കുന്നതായ നന്മയിലേക്കാണ് നടന്നു കയറുന്നത്. ആ നടന്നു കയറുന്നതായ അവസരത്തില് ഏതൊക്കെ പ്രതികൂലം വന്നാലും, ഏതൊക്കെ പ്രതിസന്ധി വന്നാലും യോഹന്നാനോട് ചേർന്ന് നിന്നോണം. ആമേൻ, ഹല്ലേലൂയ. രണ്ടാമത്, പുതിയ നിയമ അപ്പോസ്തല രക്തസാക്ഷികളിൽ ഒന്നായ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 7-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു സ്തെഫാനോസിനെ കാണുവാൻ തക്കവണ്ണം കഴിയും. ആ സ്തെഫാനോസും എന്തിനു വേണ്ടി മരിച്ചു? ആ സ്തെഫാനോസും മരിച്ചത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിലകൊണ്ടതിന് വേണ്ടിയാ, ദൈവാലയങ്ങൾ പണിതതിനു വേണ്ടിയാ, വേദപുസ്തകം പ്രസംഗിച്ചതിന് വേണ്ടിയാ സ്തെഫാനോസ് മരിക്കേണ്ടി വന്നത്. ഓരോ കല്ലും തന്റെ ശരീരത്തിൽ വന്ന് കൊള്ളുമ്പോഴും ആ കൊള്ളുന്ന വന്ന് എറിയപ്പെടുന്നതായ കല്ലിന്റെ അത്രയും മാംസം ശരീരത്തിൽ നിന്ന് പറിച്ചെറിയപ്പെടുമ്പോഴും സ്തെഫാനോസ് അവർക്കെതിരെ ഒരു ദോഷവും പറഞ്ഞില്ല. പിതാവായ ദൈവത്തോട് പറഞ്ഞത് അവരോട് ക്ഷമിക്കണമെന്നാണ്. അവിടെയും തമ്പുരാൻ കാണിച്ചു കൊടുത്തു. എന്താ? സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിന്റെ വലതുഭാഗത്ത് ദൈവം. അതുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നതായ നമ്മളുടെ നേർക്ക് വരുന്നതായ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവം ഇറങ്ങി വരും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾക്കും ആ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തോടുകൂടെ നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാം. തുടർന്നുള്ളതായ സമയങ്ങളിലും സന്ദർഭങ്ങളിലും ആ വലിയവനായ ദൈവത്തിന്റെ അനുഗ്രഹവും കരുതലും എന്നിലും നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവരെയും ദൈവതിരുവചനത്തിന് ആധികാരികമായി സംസാരിച്ച ബഹുമാനപ്പെട്ട പയ്യപ്പള്ളി അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു.
നമ്മളുടെ തന്നെ നമ്മുടെ ഭക്തിനിർഭരമായ സുവിശേഷ പ്രഘോഷണ റാലി ആരംഭിക്കുകയാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ ഇപ്പോഴൊന്ന് അറിയിക്കുകയാണ്. ഏറ്റവും മുന്നിലായി പൈലറ്റ് വാഹനം. ആ പൈലറ്റ് വാഹനത്തിൻ്റെ തൊട്ട് പിന്നിലായി കൈക്കാരൻ കുരിശെടുത്തുകൊണ്ട് കൈക്കാരൻ നിൽക്കും. അതിന് തൊട്ട് പിന്നിലായി കൈക്കാരൻ വേദപുസ്തകവുമായി കൈക്കാരൻ നിൽക്കും. കൈക്കാരന്മാരുടെ രണ്ടുപേരുടെയും പിന്നിലായി ചെണ്ടമേളം, ചെണ്ടമേളത്തിന്റെ പിന്നിലായി സൺഡേ സ്കൂൾ കുട്ടികൾ, അതിന് പിന്നിലായി യൂണിഫോം ധരിച്ച സ്ത്രീജന സഖ്യ അംഗങ്ങൾ.
ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. അവിടുത്തെ രാജ്യം വരണമേ. അവിടുത്തെ ഇഷ്ടവും സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ദിവസമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ നേരെ കുറ്റം ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കുറ്റങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ ഏർപ്പെടുത്താതെ ഞങ്ങളെ ദോഷത്തിൽ നിന്ന് രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ കാണിക്കണമേ. ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഭരണാധികാരികളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ ശുശ്രൂഷകന്മാരെ നീതി ധരിപ്പിക്കണമേ. നീ തിരഞ്ഞെടുത്ത ജനങ്ങളെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിക്കണമേ. നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കാലത്ത് സമാധാനം തരണമേ. എന്തുകൊണ്ടെന്നാൽ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളിൽ നിന്ന് എടുക്കുകയും വരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥാപിതാവേ, ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുമുള്ള കാലങ്ങളിൽ തരികയും ആഹാരവും സന്തോഷവും നൽകി ഞങ്ങളെ തൃപ്തരാക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കരുണകൾക്കായി ഞങ്ങൾ അങ്ങയ്ക്ക് മനഃപൂർവമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരങ്ങളിലും ആത്മാക്കളിലും ഞങ്ങളെ കാത്ത് സംരക്ഷിച്ച് അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധമുള്ള നാമത്തെ പുകഴ്ത്തുന്നു. ഈ ആയുസ് കഴിഞ്ഞ് അങ്ങയുടെ സ്വർഗീയ രാജ്യത്തിലെ ഓഹരിക്കാരാകത്തക്കവണ്ണം തുടർന്നും അങ്ങയുടെ കൃപയെ ഞങ്ങളുടെ മേൽ പകരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഭൂമിയിൽ നിന്ന് ധാന്യത്തെ മുളപ്പിച്ച് അങ്ങയുടെ നന്മയാൽ സംവത്സരത്തെ കിരീടം ധരിപ്പിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ അനുഗ്രഹിച്ച് ഫലകരമാക്കി തീർത്ത അങ്ങയുടെ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പോഷണത്തിനും മറ്റുള്ളവർക്ക് സഹായത്തിനുമായി ഞങ്ങളുടെ ധാന്യത്തെ കളപ്പുരയിൽ ശേഖരിപ്പാൻ അവിടുന്ന് കൃപ ചെയ്തതുപോലെ ഞങ്ങളും അങ്ങയുടെ സ്വർഗീയ കളപ്പുരയിലെ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം അങ്ങയെ ശുദ്ധീകരിച്ച് നടത്തണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവിൽ പ്രിയരെ, മണർകാട് സെന്റ് പോൾസ് ആംഗ്ലിക്കൻ ദേവാലയത്തിലെ 2025 വർഷത്തിലെ ആദ്യഫല പെരുന്നാളിനോടനുബന്ധിച്ചുള്ള റാസ ഇല്ലിവളവ് ജംഗ്ഷനിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ വഴി നടത്തിയതായിരിക്കുന്ന കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇല്ലിവളവിൽ പെരുന്നാൾ സന്ദർശനം അറിയിക്കുവാൻ ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ തിരുവിതാംകൂർ കൊച്ചി ഭദ്രാസനത്തിൻ്റെ വൈദിക സെക്രട്ടറിയും തൃശൂർ സഭയുടെ വികാരിയുമായ അഭിവന്ദ്യനായ റവറൻഡ് ഡോക്ടർ പോൾസൺ മാത്യു അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ മണർകാട് ഇടവകയുടെ വികാരി റവറൻഡ് ജെയിംസ് മാത്യു അച്ഛൻ, മാരാമൺ ഭദ്രാസനത്തിൻ്റെ ആദരണീയനായ വൈദിക സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജോൺസൺ പയ്യമ്പള്ളിയിലച്ഛൻ, ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ തിരുവിതാംകൂർ കൊച്ചി അതിഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ ആദരണീയനായ ഡയറക്ടർ റവറൻഡ് ജോയ്സി ജോൺ തുണ്ടുകുളമച്ചൻ, ഈ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന തോമസ് സാറ്, ബഹുമാന്യരായ സഭാപ്രവർത്തകരെ, വിശിഷ്യ മണർകാട് സെൻറ്റ് പോൾസ് ആംഗ്ലിക്കൻ ഇടവകയുടെ ആദരണീയരായ കൈക്കാരന്മാർ, ബഹുമാനപ്പെട്ട ജോസഫ് ചാക്കോ, CJ ജോസഫ് അവറുകൾ, സഭയുടെ സെക്രട്ടറി ഷീബ തോമസ് നിരപ്പൽ, ബഹുമാന്യനായ ട്രസ്റ്റി TP ബാബു അവറുകൾ, വിവിധ ഇടവകകളിൽ നിന്നായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന
സഭയുടെ ശുശ്രൂഷകന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആംഗ്ലിക്കൻ സഭയുടെ വിശ്വാസ സമൂഹമേ, ഇല്ലിവളവിലുള്ള ഞങ്ങളെ സ്നേഹിക്കുന്ന ഏറ്റവും ബഹുമാന്യരായിരിക്കുന്ന ഇല്ലിവളവിലെ നിവാസികളെ, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സന്ധ്യാവന്ദനം രേഖപ്പെടുത്തുകയാണ്. വിശുദ്ധനായ പൗലോസ്ലീഹയുടെ പരിശുദ്ധമേറിയ നാമധേയത്താൽ സ്ഥാപിക്കപ്പെട്ട് 1966 മുതൽ ഈ പ്രദേശത്ത് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന ഒരു സഭയാണ് മണർകാട് സെൻറ്റ് പോൾസ് ആംഗ്ലിക്കൻ ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാരെ ഈ ധന്യ നിമിഷത്തിൽ അനുസ്മരിക്കുകയാണ്. ഈ ഇല്ലിവളവിൻ്റെ പ്രദേശത്ത് നിൽക്കുമ്പോൾ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ മാരാമൺ ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന മോസസ് പുള്ളോലിക്കൽ തിരുമേനിയുടെ ജന്മസ്ഥലം ഇല്ലിവളവാണ്. ഞങ്ങളുടെയൊക്കെയും മുൻഗാമിയായി അല്ലെങ്കിൽ വൈദിക വൃത്തിയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് മാർഗദീപമായിരുന്ന ജേക്കബ് ചാമക്കാലാച്ചൻ്റെ സ്വദേശം ഇവിടെയാണ്. അച്ഛനിപ്പോൾ നമ്മളോടൊപ്പം ഈ ഭൂമിയിലില്ലെങ്കിലും കർത്താവിൻ്റെ നിത്യതയിൽ അച്ഛൻ ശ്രമിക്കുകയാണ്. അതുപോലെ ഈ പ്രദേശത്തു നിന്നുള്ള ഒട്ടനവധി ദൈവദാസന്മാർ ഈ പ്രദേശത്ത് നിന്നും ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച അനുഗ്രഹത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഞങ്ങൾ ദൈവാലയത്തിലെ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷമായി ഒരു സുവിശേഷ റാലിയായിട്ട് ഞങ്ങൾ ഇല്ലിവളവിൻ്റെ പ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താകുന്നു സുവിശേഷം? വിശുദ്ധനായ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ അദ്ദേഹം ഇങ്ങനെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷം എന്നാൽ നല്ല വർത്തമാനം എന്നുള്ളതാണ്. ഈ നല്ല വർത്തമാനം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് നമുക്ക് നൽകിയതായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ സാക്ഷീകരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ദൗത്യം. സുവിശേഷം എന്ന വാക്ക് പുതിയ നിയമത്തിൽ ആദ്യമായി കാണുന്ന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. അവിടെ ഇപ്രകാരം ദൈവദൂതന്മാർ ആട്ടിടയന്മാരോട് പ്രതിവചിക്കുന്നതായൊരു വാക്കിങ്ങനെയുണ്ട്: സർവ്വജനത്തിനും ഉണ്ടാകാനിരിക്കുന്നൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സകല മനുഷ്യൻ്റെയും വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു എന്ന രക്ഷിതാവ് ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഭവനം, അപ്പത്തിൻ്റെ ഭവനം എന്നുള്ളതാണ്. അവിടെ ഒരു സുവിശേഷം സർവ്വ മനുഷ്യർക്കും വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു. യേശു എന്ന രക്ഷിതാവ് ഭൂജാതനായിരിക്കുന്നു. ഡിസംബർ മാസം നമുക്കറിയാം സകല ലോക മനുഷ്യരുടെയും ആദരവുകളുള്ള അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു മാസമാണ്. ലോകരക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കന്യകാ ജനനത്തിന് സാക്ഷ്യം വഹിക്കുന്ന മാസമെന്ന നിലയിലും അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന മാസമെന്ന നിലയിലും ഈ ദിവസത്തിന് അല്ലെങ്കിൽ മാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പറഞ്ഞു വന്ന വാക്കിതാണ്: ക്രിസ്തു എന്ന സന്ദേശത്തെക്കുറിച്ച് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ക്രിസ്തു നമ്മുടെയൊക്കെയും
രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാണ്. അത് സർവ്വജാതിയുടെയും സർവ്വമതത്തിനും അപ്പുറമാണ്. ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അപ്പുറമായി മാനവജാതിയെ സ്നേഹിച്ചുകൊണ്ട് മാനവജാതിയുടെ ഉദ്ധാരണത്തിനായി ഭൂമിയിൽ അവതാരം കൊണ്ട യേശുക്രിസ്തുവിൻ്റെ നല്ല മാതൃകകളാണ് ആംഗ്ലിക്കൻ വിശ്വാസ സമൂഹത്തിന് ഈ ലോകത്തോട് പ്രഖ്യാപിക്കുവാനുള്ളത്. വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്ക് കാണുന്നുണ്ട്: യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക, ദൈവവചനം, യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുക, ദൈവവചനം പ്രസംഗിക്കുക. ഏതൊരു മനുഷ്യനെയും രക്ഷയിലേക്കും മനുഷ്യത്വത്തിലേക്കും സ്നേഹത്തിലേക്കും കൈപിടിച്ച് നടത്തുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. ആ സുവിശേഷം പ്രകീർത്തിക്കുവാൻ തക്കവണ്ണം ഈ സമൂഹത്തിൽ ദൈവം ഞങ്ങൾക്ക് ഒരു തിരഞ്ഞെടുപ്പ് നൽകിയത് ഈ സമയത്ത് ഓർക്കുകയാണ്. അതിൻ്റെ അടയാളമാണ് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളവും, വിശേഷാൽ കേരളത്തിലും അതിലുപരി കോട്ടയം ജില്ലയുടെ ഹൃദയഭാഗത്തുള്ളതായിരിക്കുന്ന ഞങ്ങളുടെ ദൈവാലയം. ഏതാണ്ട് 171 വർഷങ്ങൾക്കപ്പുറമായി പത്തനംതിട്ട ജില്ലയിൽ കൈപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്താൻ എന്ന ഒരു മനുഷ്യൻ്റെ ജ്ഞാനസ്നാനത്തോടുകൂടെ ആംഗ്ലിക്കൻ സഭയുടെ ചരിത്രം ഒരു പുതിയ വരുത്തിലേക്ക് തിരിയുവാനിടയായി. ദൈവത്താൻ എന്ന് പറയുന്ന മനുഷ്യൻ ഹാബേൽ എന്ന നാമധേയം സ്വീകരിച്ച അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും സുവിശേഷ രംഗത്തേക്ക് കടന്നു വരുവാനിടയായി. ആ ഹാബേൽ പിതാവിൻ്റെ പിന്തുടർച്ചക്കാരാണ്, ആ വിശ്വാസ സംഹിതയാണ് ഞങ്ങളിവിടെ പിന്തുടരുന്നത്. ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന ചില സത്യങ്ങളുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തിന്മ ചെയ്യുവാനോ അല്ല. ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്ന സുവിശേഷം. ഇതിവിടെ പ്രഖ്യാപിക്കുവാനുള്ള കാരണം ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഒരു സമൂഹം ഒന്നടങ്കം ഞങ്ങളുടെ സഭയെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചതായിരിക്കുന്ന സന്ദർഭമുണ്ട്. എന്നാൽ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവ് ഞങ്ങളെ കൈവിടാത്ത ദൈവമാണ്. ഇവിടെ പ്രകൃതിക്ക് പ്രസംഗിക്കുവാൻ ഉദ്ദേശിക്കുന്ന വാക്ക് ഈ 2025 ക്രിസ്മസിനോടടുക്കുന്നതായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യുവാനുള്ളത് മറ്റുള്ളവരെ ജാതി മത ചിന്തകൾക്ക് വർണ്ണ വിവേചനങ്ങൾക്കും അപ്പുറമായി നമ്മെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ സന്ദേശം നാം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരെയും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തിയവനാണ് ഞങ്ങളുടെ കർത്താവായിരിക്കുന്ന യേശു തമ്പുരാൻ. തന്നെ ഉപദ്രവിച്ചവരെ ഓർത്ത് പ്രാർത്ഥിച്ചതായിരിക്കുന്ന യേശുനാഥൻ. ആ ക്രിസ്തുവിൻ്റെ സന്ദേശം ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ ഞങ്ങളൊന്നുമില്ലായ്മയിൽ നിന്നാണ് ഞങ്ങൾ ഇത്രത്തോളം എത്തിച്ചേർന്നത്. അതിന് കാരണമായി തീർന്നത് സത്യസുവിശേഷം ഞങ്ങളുടെ ഈ തലമുറ ഏറ്റെടുത്തതുകൊണ്ടാണ്. അമ്പരചുംബികളായിരിക്കുന്ന ദൈവാലയങ്ങളൊന്നും ഞങ്ങൾക്കില്ലെങ്കിലും ഞങ്ങളുടെ ദൈവാലയത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ കണ്ണുനീരിൽ പണിതുയർത്തിയതാണ് ഞങ്ങളുടെ ദൈവാലയങ്ങൾ. അവിടെ വന്ന് ഞങ്ങൾ ആരാധിക്കുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ നടത്തിയ ദൈവം പരിശുദ്ധനായ ദൈവമാണെന്നും സ്നേഹനിധിയാണ് എന്നും ഞങ്ങളിവിടെ പ്രകീർത്തിക്കുമ്പോൾ ഞങ്ങൾ നൽകുന്നൊരു സന്ദേശമുണ്ട്. ആരും നഷ്ടപ്പെട്ടു പോകാതെ, പരസ്പരം കലഹിക്കാതെ എല്ലാവരും സ്നേഹിക്കണമെന്ന് ഉപദേശിക്കുന്നതായിരിക്കുന്ന ഒരു നല്ല സന്ദേശം. നമുക്കറിയാം, നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ഭാരതം എന്ന് പറയുന്ന രാജ്യം നാനത്വത്തിൽ ഏകത്വത്തെ ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ഒരു രാജ്യമാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഏത് മതം പ്രചരിപ്പിക്കുവാനും ഏത് വിശ്വാസം ഉൾക്കൊള്ളുവാനും അതിൽ അധിഷ്ഠിതമായി ജീവിത യാത്രയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനും നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥിതിയുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നതായിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. ആരാധനയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, മതസംഹിതയുടെ പേരിൽ
എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോട് പ്രകീർത്തിക്കുവാനുള്ളത് സ്നേഹിക്കുവാൻ പഠിപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം, ചേർത്ത് നിർത്തുന്നതായിരിക്കുന്ന യേശുവിൻ്റെ സന്ദേശം, രോഗികളെ ശുശ്രൂഷിക്കുവാൻ പഠിപ്പിക്കുകയും അത് തൻ്റെ പ്രവൃത്തിയിൽ കാണിക്കുകയും ചെയ്ത യേശുവിൻ്റെ സന്ദേശം, അത് ഞങ്ങൾ ഈ തലമുറ ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ അനുഗ്രഹീതരായി തീരുവാനിടയായി തീർന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മുമ്പൊന്നും ഇല്ലാത്ത നിലയിൽ 2025 ഈ ദൈവാലയത്തിലെ ആദിഫല പെരുന്നാളിനോടും കൺവെൻഷനോടും കുടുംബസംഗമത്തോടും അനുബന്ധിച്ചുള്ളതായിരിക്കുന്ന ഈ സുവിശേഷ റാലി, ഈ ഇല്ലിവളവിൻ്റെ പെരുമാറിലൂടെ ഞങ്ങൾ ദേവാലയത്തിൽ ആരംഭിച്ച് തിരികെ ദേവാലയത്തിൽ എത്തിച്ചേരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുന്നു എന്നുള്ളതായിരിക്കുന്ന ചിന്ത ഞങ്ങളെ ഭരിക്കുന്നത് കൊണ്ടാണ്. ഈ 2025 ആദ്യവല പെരുന്നാളിൽ ഈ ഇല്ലിവളവ് നിവാസികൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതായിരിക്കുന്ന സേവനങ്ങളും ശുശ്രൂഷകളും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. അതിന് തക്കതായിരിക്കുന്ന പ്രതിഫലം നൽകുവാൻ ദൈവം നിങ്ങളെ നിങ്ങളുടെ തലമുറയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യസുവിശേഷം സത്യസന്ധമായി സ്വാതന്ത്ര്യത്തോടെ പ്രഘോഷിക്കുവാൻ ഉള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സത്യവേദപുസ്തകവും കയ്യിലെത്തിക്കൊണ്ട് ക്രിസ്തു ഏകരക്ഷകനാണെന്നും ക്രിസ്തു മനുഷ്യൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്നും ജാതി മത ചിന്തകൾക്കപ്പുറമായി സകല മനുഷ്യനെയും സ്നേഹിക്കുന്ന ഒരു മഹാപുരുഷത്വത്തിൻ്റെ അവതാരമാണ് ക്രിസ്തുവെന്നും ഞങ്ങൾക്ക് പ്രഘോഷിക്കുന്നതിൽ യാതൊരു മടിയുമില്ല. ഇവിടെ ദൈവദാസന്മാരായിരിക്കുന്ന വൈദികന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ആ സത്യസുവിശേഷത്തെ കൈകളിലെത്തിക്കൊണ്ട് ഈ രാത്രിയിൽ നിങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രഘോഷിക്കുവാനുള്ളത് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ ഉണ്ടാകുമാറാകട്ടെ എന്നുള്ളതാണ്. ക്രിസ്തു ഇങ്ങനെ പഠിപ്പിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നു, നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമായി തീരണം. വെളിച്ചമെന്ന് പറയുന്ന അറിവിനെ സൂചിപ്പിക്കുകയാണ്, സ്നേഹത്തെ സൂചിപ്പിക്കുകയാണ്, ചേർത്ത് നിർത്തലിനെ സൂചിപ്പിക്കുന്നതാണ്. ആ അനുഭവത്തിലേക്ക് നമുക്ക് ആയിത്തീരാം. വെളിച്ചം മറ്റുള്ളവർക്ക് വഴികാട്ടിയാണ്, മാർഗദീപമാണ്. വെളിച്ചം യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുതലും പരിപാലനവും ആ ക്രിസ്തുവിലുള്ളതായിരിക്കുന്ന വിശ്വാസവും നഷ്ടപ്പെട്ടു പോകാതെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു, ഏത് വർഗത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല, ക്രിസ്തുവിൽ നാം ഒന്നാകുന്നു എന്നുള്ളതായിരിക്കുന്ന മഹൽ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കാം. ഈ 2025 എന്ന വർഷത്തിലെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ 2026 എന്ന പുതുവത്സരത്തെ എതിരേൽക്കുവാൻ നമുക്ക് ഒരുങ്ങാം. അതിനായിട്ട് ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സെന്റ് പോൾസ് ആംഗ്ലിക്കൻ സഭയിലെ കുടുംബങ്ങൾക്കും ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നതോടൊപ്പം 2025 ക്രിസ്മസിൻ്റെയും ശാന്തിയുടെ സന്ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഐക്യതയുടെ സന്ദേശമാകുന്ന ക്രിസ്മസിൻ്റെ സന്ദേശം നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷകരമായിരിക്കുന്ന ഒരു പുതുവത്സരം 2026 സകല ലോകത്തിനും ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം വരെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ എല്ലാവരെയും ഈ ദേശനിവാസികളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് ഇപ്രകാരം ഒരു വേദി ഒരുക്കി തന്ന സഭാധികാരികളോടും ദേശനിവാസികളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ആംഗ്ലിക്കൻ വിശ്വാസ സമൂഹം എന്ന് പ്രകീർത്തിക്കപ്പെടുന്ന ഒരു മഹാപ്രസ്ഥാനം, വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം ജാതികളുടെ കൂടെ എണ്ണപ്പെടുന്നില്ല. ഞങ്ങൾ തനിച്ചു പാർക്കുന്നൊരു ജനം, എങ്കിലും ഞങ്ങൾക്കുള്ളതായിരിക്കുന്ന പ്രത്യാശ, ഞങ്ങൾക്കുള്ള വിശ്വാസം, ഞങ്ങൾ തനിച്ചല്ല, ഞങ്ങളെ നടത്തുന്നൊരു ദൈവം ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആരംഭിച്ചതായിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായി ക്രിസ്തുവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. വരുന്ന നാളുകളിൽ നമുക്കൊരുമിച്ച്, ദേശനിവാസികളായിരിക്കുന്ന നമുക്കൊരുമിച്ച് എന്ന വ്യത്യാസം കൂടാതെ നാം എല്ലാവരും ദൈവ സൃഷ്ടികളാണെന്നും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും
ദൈവത്തിൻ്റെ സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ടവരാണെന്നും നമ്മിൽ കുടികൊള്ളുന്നു ആയിരിക്കുന്ന ജീവൻ ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറേണ്ടതുണ്ട്. നമുക്ക് ലഭ്യമായി തീർന്നിരിക്കുന്ന സ്വാതന്ത്ര്യം അത് ക്രിസ്തുവിലൂടെയും ദൈവത്തിലൂടെയും ഈ ലോകത്തെ നന്മയിലേക്ക് നടത്തുവാനും വെളിച്ചത്തിലേക്ക് നടത്തുവാനും ഉള്ളതാണ് എന്നോർപ്പിക്കുകയാണ്. ജാതിമതത്തിൻ്റെയും കൊലയുടെയും കൊലപാതകത്തിൻ്റെയും വെല്ലുവിളികളുടെയും നടുവിലല്ല, മറിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ ആദരിക്കുവാൻ, മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ, രോഗികൾ അല്ലെങ്കിൽ നിരാലംബരായിരിക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തുവാൻ നമ്മെ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ നല്ല മാതൃകകളും നല്ല പാതയും പിന്തുടരുവാൻ തക്കവണ്ണം നമുക്ക് ഒരു പുതിയ പ്രതിജ്ഞയോടുകൂടെ നമുക്ക് മുന്നോട്ട് ജീവിക്കാം. വരും നാളുകളിൽ വരും വർഷങ്ങളിൽ ഈ ദേശനിവാസികൾ ഞങ്ങളുടെ ഞങ്ങളുടെ സഭയ്ക്ക്, ഞങ്ങളുടെ സമൂഹത്തിന്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ വിശ്വാസ സമൂഹത്തിന് നൽകി തന്ന നന്മകൾ വലുതാണ്. അത് വീണ്ടും ഓർപ്പിക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. പലപ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ദൈവത്തിൻ്റെ മക്കളാകുന്നെന്നും ദൈവകൃപയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണെന്നും ഉള്ളതായിരിക്കുന്ന സത്യം ഞങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്. ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടായ വലിയ പ്രതികൂലങ്ങൾ, പക്ഷേ ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു. ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതായ ദൈവസാക്ഷ്യത്തിനായി ഒരുക്കപ്പെട്ടതായിരിക്കുന്ന ഞങ്ങളെ ദൈവം കൈവിടുകയില്ല എന്നും ദൈവം നാൾതോറും ഞങ്ങളെ തലമുറയെ വളർത്തുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നിങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവിധമായിരിക്കുന്ന ആശംസകളും ദേശനിവാസികൾക്കും ഇടവക അംഗങ്ങൾക്കും 2026 പുതുവത്സരങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന തൃത്വദൈവം നമ്മേവരെയും എന്നേക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവതിരുനാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ പെരുന്നാൾ സന്ദേശം അറിയിച്ച അഭ്യന്തനായ പ്രോത്സാഹ മാത്യു അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇല്ലിവിളവിൽ ഇതുവരെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഇല്ലിവിളവ് നിവാസികൾക്ക്, ദേശവാസികൾക്ക്, ഈ പെരുന്നാൾ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇവിടെ ഉള്ള വ്യാപാരി വ്യവസായികൾക്കും, അതുപോലെ തന്നെ ഡ്രൈവർമാർ, മറ്റ് തൊഴിലാളികൾ, ദേശവാസികൾ എല്ലാവർക്കും മണർകാട് സെൻറ് പോൾസ് ആംഗ്ലിക്കൻ ദേവാലയത്തിൻ്റെ എല്ലാവിധമായിരിക്കുന്ന നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. വരും നാളുകളിലും സർവശക്തനായിരിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മണർകാട് സെൻറ് പോൾസ് ആംഗ്ലിക്കൻ ദേവാലയത്തിൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി, ദേവാലയത്തിന് വേണ്ടി വികാരി എന്ന നിലയിൽ ഈ ദേശവാസികളോട്, ഇല്ലിവിളവ് നിവാസികളോട്, ഈ പെരുന്നാൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
ആഹാരവും സന്തോഷവും നൽകി ഞങ്ങളെ തൃപ്തരാക്കുകയും ചെയ്യുന്ന നിന്റെ കരുണകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരങ്ങളിലും ആത്മാക്കളിലും ഞങ്ങളെ കാത്ത് സംരക്ഷിച്ച നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നിന്റെ പരിശുദ്ധമുള്ള നാമത്തെ പുകഴ്ത്തുന്നു. ഈ ആയുസ് കഴിഞ്ഞ് നിന്റെ സ്വർഗീയ രാജ്യത്തിൽ ഓഹരിക്കാരാത്തക്കവണ്ണം തുടർന്ന് നിന്റെ കൃപയെ ഞങ്ങളുടെ മേൽ പകരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഭൂമിയിൽ നിന്ന് ധാന്യത്തെ മുളപ്പിച്ച് നിന്റെ നന്മയാൽ സമ്പത്സരത്തെ കിരീടം ധരിപ്പിക്കുന്ന സർവാശക്തനായ ദൈവമേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തി അനുഗ്രഹിച്ച് ഫലകരമാക്കി തീർത്ത നിന്റെ കൃപയെ ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പോഷണത്തിനും മറ്റുള്ളവർക്ക് സഹായിക്കുന്നതിനുമായി ഞങ്ങളുടെ ദാനത്തെ കളപ്പുരയിൽ ശേഖരിപ്പാൻ നീ കൃപ ചെയ്തതുപോലെ ഞങ്ങളും നിന്റെ സ്വർഗീയ കളപ്പുരയിൽ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പരിശുദ്ധാത്മാവുകൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിച്ച് നടത്തണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സകലാബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെ അനുഭവത്തിനും എഴുത്താവുമാകുന്ന യേശുമിശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി ഇപ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.